ശബരിമലയിലെ സ്വർണ്ണപ്പാളി കേസുമായി ബന്ധപ്പെട്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവർ ഇന്ന് ജയിലിലാണ്. പല മന്ത്രിമാർക്കെതിരെയും ആരോപണം ഉണ്ടാകുമ്പോഴാണ് ഏറ്റവും സുപ്രധാന നീക്കത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കുന്നത്. അത് മുൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവുമായ രമേശ് ചെന്നിത്തലയെ ചോദ്യം ചെയ്യാനാണ്. കാരണം ഈ വിവാദങ്ങൾ കത്തി നിൽക്കുന്ന സമയത്ത് തന്നെ രമേശ് ചെന്നിത്തലയുടെ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായി. ഈ സ്വർണ്ണപ്പാളി ഇത്രയും നാളായും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ സ്വർണ്ണപ്പാളി എങ്ങോട്ട് പോയി എന്നതിനെ കുറിച്ച് കൃത്യമായ ധാരണയില്ല. ഈ സ്വർണ്ണപ്പാളിയുടെ ചില ഭാഗങ്ങൾ ബെല്ലാരിയിലെ ഒരു ജ്വല്ലറിയിൽ നിന്നും കണ്ടെടുത്തു എന്ന രീതിയിൽ വാർത്തകൾ വന്നു എങ്കിലും പിന്നീട് അതിനെക്കുറിച്ചൊന്നും കൂടുതൽ വിവരങ്ങൾ വന്നിട്ടില്ല. അപ്പോൾ ഈ സ്വർണ്ണപ്പാളി എവിടെ പോയി, അയ്യപ്പന്റെ സ്വർണം എവിടെ പോയി എന്ന് അന്വേഷിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് രമേശ് ചെന്നിത്തലയെ ചോദ്യം ചെയ്യാനായി അദ്ദേഹത്തിൽ നിന്ന് വിവരം ശേഖരിക്കാനായി പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ രമേശ് ചെന്നിത്തലയെ ഇന്ന് തന്നെ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ആ വിവരങ്ങൾ ശേഖരിക്കും. കാരണം അന്ന് അദ്ദേഹത്തിന്റെ ആരോപണം ഇതിനു പിന്നിൽ അന്താരാഷ്ട്ര സംഘങ്ങളുണ്ട്, അന്താരാഷ്ട്ര വിഗ്രഹ കടത്ത് സംഘങ്ങളുണ്ട്, അവരുടെ കയ്യിലാണ് ഇത്തരം വിവരങ്ങൾ ഉള്ളത്, ഈ സ്വർണങ്ങൾ ഉള്ളത്. അതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ തന്റെ കയ്യിലുണ്ടെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് രമേശ് ചെന്നിത്തലയെ ഇനി എന്തായാലും ചോദ്യം ചെയ്യുകയും അദ്ദേഹത്തിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തത്. അദ്ദേഹം സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതിൽ അന്താരാഷ്ട്ര ഗൂഢാലോചന ഉണ്ടോ എന്ന് സംശയിക്കണം. അല്ലാത്ത പക്ഷം ഇനി തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള നാടകമാണോ എന്നും നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. കുറച്ചു കാലങ്ങളായി തന്നെ 2016 മുതൽ തന്നെ അവർക്ക് അധികാരം ലഭിച്ചിട്ടില്ല. അവർക്ക് കൃത്യമായി തന്നെ അറിയാം ശബരിമലയുടെ ശക്തി എന്താണെന്ന്. അത് 2019 തെരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ നമുക്കറിയാം. സമരങ്ങളിൽ മുന്നിട്ട് നിന്നതും അതോടൊപ്പം തന്നെ തല്ലുവാങ്ങിയതും കേസിൽ പ്രതിയായതും അത് എല്ലാം BJP ആണെങ്കിൽ അതിന്റെ വിജയം കൊയ്തത് അന്ന് UDF ആണ്. UDFന്റെ കൃത്യമായി തന്നെ ശബരിമല വിഷയം ഉയർത്തി അവർക്ക് ഓരോ മണ്ഡലങ്ങളും പരിശോധിച്ചാൽ അറിയാം ലക്ഷങ്ങളുടെ ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ അവർക്ക് കഴിഞ്ഞു. അല്ലാത്ത പക്ഷം ഒരു കാസർഗോഡോ ആറ്റിങ്ങലോ പത്തനംതിട്ടയോ ഈ കോഴിക്കോടോ ഈ പ്രദേശങ്ങളിൽ വിജയിക്കുകയും ചെയ്തു. വിജയിച്ചു നിന്ന മണ്ഡലങ്ങളിൽ വലിയ രീതിയിൽ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. അത് ഈ ശബരിമല പ്രശ്നമുള്ളത് കൊണ്ടാണ്. CPM-ലെ വോട്ടർമാർ തന്നെ, ഹൈന്ദവ വിശ്വാസികൾ തന്നെ കോൺഗ്രസിനും BJP-ക്കും വോട്ട് നൽകുന്ന സാഹചര്യമുണ്ട്. BJP-ക്ക് അത് ഹൈന്ദവ വിശ്വാസികൾ മാത്രം വോട്ട് ചെയ്യുമ്പോൾ അവിടെ കോൺഗ്രസിലേക്ക് ന്യൂനപക്ഷങ്ങളുടെ വോട്ടും ലഭിക്കുന്നതിലൂടെ തന്നെ അവർക്ക് വലിയ ഭൂരിപക്ഷത്തിലേക്കും വലിയ വിജയത്തിലേക്ക് എത്താൻ കഴിഞ്ഞു. അന്ന് ഒരു തരിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചുരുങ്ങി. അതോടൊപ്പം തന്നെ ആറ്റിങ്ങൽ അടക്കമുള്ള കാസർഗോഡ് അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ടകുത്തളങ്ങളിൽ കോൺഗ്രസിന് വിജയിക്കാൻ കഴിഞ്ഞത് ഈ ശബരിമല പ്രശ്നമുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നാം ഈ പ്രചരണ യോഗങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ വാഹന പ്രചരണത്തിൽ ഉൾപ്പെടെ അവർ ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട ഒരു ഗാനമാണല്ലോ ആലപിക്കുന്നത്. പിന്നീട് പ്രചരണത്തിലുടനീളം പ്രസംഗങ്ങളിൽ അവർ അയ്യപ്പ കള്ളന്മാർ, അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റി CPM-ന് വോട്ടില്ല എന്ന രീതിയിലുള്ള നിരന്തര പ്രചരണമാണ്. പക്ഷെ ഇതിൽ മറ്റൊരു തമാശയുണ്ട്. ഈ അയ്യപ്പന്റെ സ്വർണ്ണപ്പാളി മോഷ്ടിച്ചവർ CPM. പക്ഷെ അയ്യപ്പന്റെ ക്ഷേത്രം അവിടെ നിലനിൽക്കണമോ എന്ന് ജനങ്ങൾക്കൊരു താല്പര്യമുണ്ടല്ലോ. അങ്ങനെ കോൺഗ്രസ് വന്നാൽ അങ്ങനെ സാധിക്കുമോ? കേരളത്തിലെ ക്ഷേത്രങ്ങൾ നിലനിൽക്കുമോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അവിടെ അവർക്ക് പിന്തുണ നൽകുന്നത് SDP ആണ്, ജമാഅത്തെ ഇസ്ലാമിയാണ്. ഒരു മാസം മുമ്പ് നാം പരിശോധിക്കുകയാണെങ്കിൽ കൃത്യമായി തന്നെ അറിയാം. തിരുവനന്തപുരം ജില്ലയിലെ ആറാലുമൂട്ടിൽ SDPI പ്രവർത്തകരുടെ പരാതിയിൽ ഒരു ക്ഷേത്രം പൂട്ടിയിടേണ്ട അവസ്ഥയുണ്ടായി. ആ SDP-യുടെ പിന്തുണയോടുകൂടി തന്നെയാണ് അവർ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. SDP-യുടെ തുറന്ന പിന്തുണ ഉണ്ടല്ലോ. പാലക്കാട് രാഹുൽ മാങ്കൂട്ടം എന്ന ആ പീഡനവീരൻ വിജയിച്ചപ്പോൾ നമുക്കന്ന് മനസ്സിലായില്ലേ? ആദ്യം അന്ന് തെരുവിലിറങ്ങിയത് ആരാണ്? പതാകകളുമായി തെരുവിലിറങ്ങിയത് കോൺഗ്രസിന്റെ പതാകയിലെ SDP-യുടെ പതാകയുമായി രംഗത്തിറങ്ങിയത് അത്തരം പ്രവർത്തകരല്ലേ? ആ പ്രവർത്തകരുടെ പിന്തുണയോടെ ജയിക്കുന്ന കോൺഗ്രസ് പാർട്ടി ശബരിമല സംരക്ഷിക്കുമെന്ന് അവകാശപ്പെടുകയാണ്. നമുക്ക് എത്രത്തോളം വിശ്വസിക്കാൻ കഴിയും? പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീകര വിഭാഗം ഉണ്ടായിരുന്നല്ലോ, ഇപ്പോൾ നിരോധിച്ച. അവർ പറയുന്നതോ അവലും മലരും കുന്തിരിക്കവും കാത്തുവച്ചോളൂ. അങ്ങനെ ഹിന്ദുക്കളും ക്രൈസ്തവരും ഈ കേരള സമൂഹത്തിൽ ജീവിക്കണ്ട എന്ന് വെല്ലുവിളിക്കുന്നവർ, അവരുടെ പിന്തുണയോടുകൂടി തന്നെ ജയിച്ചു കയറാൻ നിൽക്കുന്ന കോൺഗ്രസ് ആണോ ശബരിമല സംരക്ഷിക്കാൻ പോകുന്നത്?
ഞാൻ തുടക്കം സൂചിപ്പിച്ചതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോൾ അവിടുത്തെ സ്വർണം നഷ്ടമാകും. കോൺഗ്രസ് പാർട്ടി വന്നാൽ ശബരിമല ക്ഷേത്രം ഉണ്ടാകുമോ എന്ന് തന്നെ നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. ആ ഒരു അവസ്ഥയിലേക്കാണ് നിലവിലെ സാഹചര്യം പോകുന്നത്. അത് പരമാവധി ജനങ്ങളിൽ എത്തിച്ച് വോട്ട് നേടാനുള്ള വലിയൊരു ശ്രമമാണ് കോൺഗ്രസ് പാർട്ടി നടത്തുന്നത്. അപ്പോൾ ഒരു കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കാനുള്ള ഒരു ശ്രമമാണോ രമേശ് ചെന്നിത്തല നടത്തുന്നതെന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹം പറയുകയാണ് തന്റെ കയ്യിൽ വിവരങ്ങൾ ഉണ്ടെന്നാണ്. വിവരങ്ങൾ ഉണ്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഈ സ്വർണം കടത്തിയത് അന്താരാഷ്ട്ര ഗൂഢാലോചനയുണ്ട്, അന്താരാഷ്ട്ര സംഘങ്ങളാണ്, അതിന്റെ തെളിവുകൾ എന്റെ കയ്യിൽ ഉണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം ചോദ്യം ചെയ്യാൻ പോകുന്നത്. പക്ഷെ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ ആ സംശയം ഉണ്ട്. കാരണം കലക്കമണ്ഡലത്തിൽ മീൻ പിടിച്ച് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും അടുത്ത തെരഞ്ഞെടുപ്പിലും വിജയിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം തന്നെ പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലെ ഹൈന്ദവ വിഭാഗങ്ങളുടെ വോട്ടുകൾ കുറച്ചു നാളുകളായി തന്നെ കോൺഗ്രസിന് ലഭിക്കുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം 2006 മുതൽ 11 വരെ 2011 മുതൽ 2016 വരെയുള്ള ആ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നമുക്കറിയാം പ്രധാനമായി മുസ്ലിം ലീഗിന്റെ ഒരു ഭരണമായിരുന്നു. 5-ാം മന്ത്രി, പച്ച ലഡു, പച്ച ബ്ലൗസ്, പച്ച ബോർഡ്, അങ്ങനെ പച്ചയുടെ ഒരു കളിയായിരുന്നു. ആ 2011 മുതൽ 2016 വരെ കോൺഗ്രസിന്റെ കാലത്തെ ആ ജിഹാദി ഭരണത്തിനെതിരെയായിരുന്നു 2016 കേരളത്തിലെ ജനത വിധി എഴുതുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലെത്തുകയും ചെയ്തത്. അങ്ങനെ ഒരു കാലം നിലവിലും കേരളത്തിലെ ജനങ്ങൾ സ്വപ്നം കാണുന്നില്ല. അത് പലതവണ തുറന്നു പറഞ്ഞിട്ടുണ്ട്. SNDP നേതാവായ വെള്ളാപ്പള്ളി നടേശൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഇനി കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ കേരളം ഭരിക്കാൻ പോകുന്ന മുസ്ലിം ലീഗ് ആയിരിക്കും, ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും, SDP ആയിരിക്കും, പോപ്പുലർ ഫണ്ട് ആയിരിക്കും. അപ്പോൾ ഈ വിഭാഗത്തിന്റെ ഈ തീവ്ര നിലപാടുള്ളവരുടെ ഭരണം വരികയാണെങ്കിൽ ഇവർ കോൺഗ്രസുകാർക്ക് എങ്ങനെ ശബരിമല സംരക്ഷിക്കാൻ കഴിയും? ഈ അന്താരാഷ്ട്ര ഗൂഢാലോചനയുണ്ട് എന്ന് പറയുന്ന രമേശ് ചെന്നിത്തല പോലും മൗനി ബാബയെ ഇരിക്കേണ്ട അവസ്ഥയില്ലേ? ഏറ്റവും അവസാനം 5-ാം മന്ത്രി ഉൾപ്പെടെ മുസ്ലിം ലീഗിന് നൽകുമ്പോൾ ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തലയ്ക്ക് നൽകിയില്ല. പിന്നെ NSSന്റെ ഇടപെടൽ ഉള്ളത് കൊണ്ടാണല്ലോ ഇദ്ദേഹത്തിന് ആ സ്ഥാനം പോലും ലഭിച്ചത്. പക്ഷെ സ്ഥാനം ലഭിച്ചപ്പോൾ അദ്ദേഹം വീണ്ടും മുസ്ലിം ലീഗിന് കീഴടങ്ങുന്ന ഒരു അവസ്ഥയുണ്ടായി. NSSനെ തള്ളിപ്പറഞ്ഞു. അത് നാം പലതവണ ആ പ്രശ്നങ്ങൾ കണ്ടല്ലോ. അപ്പോൾ രമേശ് ചെന്നിത്തല ഒരു ചാരൻ മാത്രമാണ്. അദ്ദേഹം സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ ജാതി ഉയർത്തിക്കാട്ടും, മതം ഉയർത്തിക്കാട്ടും. പക്ഷെ അധികാരം ലഭിക്കുമ്പോഴോ അധികാരം ലഭിക്കാൻ വേണ്ടിയോ മുസ്ലിം ലീഗിന് വേണ്ടി കീഴടങ്ങുന്ന ഒരു സാധുവായ നിലപാടില്ലാത്ത ഒരു മനുഷ്യൻ മാത്രമാണ് രമേശ് ചെന്നിത്തല. അദ്ദേഹം ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുടുക്കാനായി അയ്യപ്പന്റെ സ്വർണം കട്ടെടുത്തവരെ എനിക്കറിയാം, അന്താരാഷ്ട്ര ഗൂഢാലോചന ഉണ്ടെന്ന് പറഞ്ഞിറങ്ങിയിരിക്കുകയാണ്. ആദ്യം നിങ്ങളുടെ വലങ്കയായി നിൽക്കുന്ന ശിവകുമാറിന്റെ ആ സഹോദരനെ നിങ്ങൾ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? അദ്ദേഹത്തിനെതിരെ എന്തുകൊണ്ട് താങ്കൾ മൊഴി നൽകുന്നില്ല? എന്തായാലും കേരളത്തിലെ ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായി തന്നെ ധാരണയുണ്ട്. എന്തായാലും ഇന്ന് അന്വേഷണ സംഘം രമേശ് ചെന്നിത്തലയുടെ നിന്നും വിവരങ്ങൾ ശേഖരിക്കും.